ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതി മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. മാനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. സംസ്കാരകർമ്മം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കർത്തൃം യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാദ്യ സോദരരോപാധ്യായ യുക്തനായോരു ഭരതകുമാരനും താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു. ദിവ്യാംബരാഭരണ ലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാലഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചിതും പിണ്ഡവുമാദരാൽ. വേദപാരായണന്മാരാം ദ്വിജാവലിക്കോദേന ഗോദാന ഗ്രാമരത്നാംബര ഭൂഷണ ലേപന താമ്പൂല പൂങ്കങ്ങൾ തോക്ഷേണ ദാനവും ചെയ്തു സാസോദരം വീണു നമസ്കരിച്ചാശീർവചനമാധാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനന പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചനുദിനം മാനവ വീരനായോരു ഭരതനും സാനൂജനായി വസിച്ചിടിനാനാധിനം നാനാസുഹൃജ്ജനത്തോടു മനാകുലം. തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തന്മാരന്മാരുമായി വന്നു സഭാന്തികെ. അർണോരു ഹാസന സന്നിഭനാ മുനി സ്വർണാസനെ മരുവീടിനാദരാൽ. ശത്രുഘ്ന സംയൂതനായ ഭരതനെ തത്ര വരുത്തിയ നേരമവർകളും മന്ത്രികളോടും പുരവാസികളോടും മന്ദരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംഭോജ സംഭവാനന്ദനൻ ചൊല്ലിനാൻ. ദേശകാലാജിതമായുള്ള വാക്കുകൾ ദേശീകനായ ഞാനാശു ചൊല്ലിടുവാൻ. സത്യസന്ധൻ തവതാതൻ ദശാരഥൻ പൃഥ്വിതലം നിനക്കധ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥ മോക്ഷേ കൈകേയിക്കു ദത്തമായോരു വരദ്വയം കാരണം. മന്ത്രപൂർവാമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടിൻവാൻ. രാജ്യമാരാജകമാം ഭവാനാലിനി ത്യാജമല്ലെന്നു ധരിക്ക കുമാരനീ. താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലായികയിലേവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠ മുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഭരതൻ ശ്രീരാമസന്നിധിയിലേക്ക്. ഇന്നടിയന്നു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമാപൂർവജൻ. ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളുമാമത്യരും. ആനതേർ കാലാൾ കുതിരപ്പടയോടും മാനക ശംഖപ്പടകവാദ്യത്തോടും സോദരഭൂസര താപസ സാമാന്ത മേദിനി പാലക ശൂദ്രാദിയും സാദരമാശു കൈകേയുമൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു. താപസവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടു വരത്രയും നന്നെന്നു ചൊല്ലിയിടിനാർ. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതം മുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുഴകത്തുന്നതും നേരാമാദിത്യദേവനുദിച്ചു ഭരതനും. ശത്രുഘ്നനോടു കൂടെ പുറപ്പെട്ടിതു തത്ര സുമന്ത്ര നിയോഗേന. സൈന്യവും സത്വരം രാമനെ കാണാൻ നടന്നിതു ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും. രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതു താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും. താപസവൃന്ദേ നാസകം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും. വ്യോമനീ ചെന്നു പരന്നു ചമഞ്ഞിതു രാഘവലോകാനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗവേരാഖ്യപുരം ഗമിച്ചിട്ടുവാൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട.
കേകയാപുത്രി സുധൻ പടയോടുമിങ്ങാഗതനായു കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം. ബാണജാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനെങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാലുവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ക്ഷുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപയനങ്ങളും കാഴ്ചവച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപാന്താമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരം സോദരം സാനുജം മാരാ സമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹ്യമിത്യുക്ത പ്രമാണവും ചെയ്തു ഭരതനും അന്നേരം. ഉത്ഥാപ്യഗാഠമാലങ്ക്യ രഘുനാഥഭക്ത വയസ്യാമനാമയ വാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പൂരുഷ തംസം രത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബനാഭൂതനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റാരുവർക്കും അതോർക്ക നീ. ധന്യനാകിന്നിതു നീ ഭുവനത്തിങ്കലിന്നതിനെല്ലൊരു സംശയം മത്സകെ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നമ്പോടു കണ്ടിതു രാമനെ നീയവനെന്തു പറഞ്ഞതു നീ മുതാ രാമനോടെന്തെന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീയവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാത്തോരു സന്തോഷചേതസ. ഭക്തൻ ഭരതന നത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. എത്ര സുപ്തോ നിശീരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനും മുക്ത ബാഷ്പോദകം തൊണ്ട വിറച്ചു സദ്ഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രസാദമൂർധിനി സുവർണ തൽപസ്ഥലേ കോമളാസനനിഗ്ധധവളാംബരസ്ത്രിതേ രാമേണ ശേദേ മഹാസുഖം സാകഥം ശേദേ കുശമയാവിഷ്ടരേ നിഷ്ഠൂരേ ഖേദേന സീതാമതിയാഗ്രജന്മന. മദ്ധോഷകാരണാലെന്നതു ചിന്തിച്ചുമിദ്ദേഹമാശു പരിത്യജിച്ചിടുവാൻ കിൽബിഷകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചതു കാരണം. ദുഷ്കൃതിയായ അതിപാപിയായ മെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മല മാനസൻ ഭാഗ്യവാൻ എത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായാരൂഢ ഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചു കൊള്ളുവാനെന്നാൽ വരും മർത്യജന്മത്തിൽ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയനോടവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവാനെന്നതു കേട്ടു ഗുഹനുമുര ചെയ്താൻ. മംഗലദേവതാ വല്ലഭൻ തങ്കലിൻ നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവന്മാരിൽ വച്ചേഗ്രസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്കാം മഹാമതേ. ഗംഗാനദി കടന്നാലടലുത്തത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നിതു സീതയാ തന്നെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ. തർത്തുമമർത്യ തടീനീയ സത്വരം കർത്തൃമുദ്യോഗം സമർത്ഥേ ഭവധ്യേനി. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിഭൂത നദിയെ കടത്തുവാൻ. ഭൃത്യാജനത്തോടുകൂടെ സംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണിയുതം അഞ്ജസാകൂല ദേശം നിറച്ചിടിനാൻ. 500 തോണി വരുത്തി നിരത്തിനാൻ. ഉറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നനോടും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമ ശീലാംഗിയും കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്യൂഷ പത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതുകരേറ്റി മന്ദം തുഴഞ്ഞസ്തഭീത്യാ കടത്തിയിടിനാനാദരാൽ ഉമ്പർതടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ നടന്നിതു വൻപട. യും തഥാ ശീഘ്രം ഭരദ്വജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദ പൂർണ്ണം വിരോധം വിനാ.
തത്സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കെവേ ദൂരെ നിർത്തിയിടിനാൻ. താനുമനുജനുമായുടജാങ്കണേ താനന്ദമാവിശ്യ നിന്നോടനന്തരം ഉജ്ജ്വലന്തം മഹാതേജസാ താപസം വിജ്വരത്നാമാസീനം വിധീസമം ദൃഷ്ട്വാ നനാമ സംഷ്ടാംഗം സസോദരം പൃഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രൻ ഹൃഷ്ടാവാചാ കുശലാപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരിണം തുഷ്ടി കലർന്നരുൾ ചെയ്ത് നിതന്തടോ കഷ്ടമിക്കോപ്പു പന്നമല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജനായോരു നീ എന്തിനായെങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടു മഹന്തവാനാന്തരെ വന്നതു ചൊല്ലു നീ. ശ്രുത്വാ ഭരധ്വജവാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിലെന്തോരു വൃത്താന്തമുള്ളൂ മഹാമുനെ. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമാപാദാബ്ജങ്ങളാണേ തപോനിധേ. ഞാനേതുമേ എന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും. കേകയാ പുത്രിയാമമ്മതൻ വാക്കായ കോകളവേഗമേ മൂലമതിനുള്ളു. ഇപ്പോൾ ശുദ്ധനോ ജ്ഞാനദീപാദപത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനും വൃദ്ധ്യനായി തത്പാദവാരീജയുഗ്മം ഭജിക്കന്നിയേ മമ. മറ്റുള്ള ഭോഗങ്ങളെല്ലെന്തോരു ഫലം മുറ്റുമതിന്നൊഴിഞ്ഞില്ലൊരു കാക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവസിഷ്ഠാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജനാം ശ്രേഷ്ഠനെ സേവിച്ചു കൊള്ളുവാൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മനാമേനം പുണർനീടിനൻ ചുംബിച്ചു മൂർത്തിനി സന്തോഷിച്ചരുളിടിനൻ. കിം ബഹുനാ വത്സ വൃത്താന്തമൊക്കെ ഞാനാദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു. മാനസേ ശോകമുണ്ടാകലോ കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവാൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞിറങ്ങിപ്പുലർകാല വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്തു വേണമെനിക്കതിലിന്നൊരു വൈമുഖ്യമെന്നു ഭരതനും. കാൽക്കഴുകി സമാചമ്യ മുനീന്ദ്രനും മേഘാഗ്രമാനസനായതിവിദ്രുതം ഹോമഗേഹാസ്തനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ തൽക്ഷണേ കാനനം. ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവാനിതമാരായി ലതകളും ഭവന വൈഭവമെത്രയും അദ്ഭുതം. ഭക്താഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തി പ്രസാദനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നാവൃത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്തനും. കർമ്മണ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സാമോദമോടു പൂജിച്ചിതു മുമ്പിനാൽ. പശ്ചാൽ സൈന്യം ഭരതം സഹോദരമിച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരായി തത്ര ഭരദ്വജമന്ദിരെ സുപ്തരായ അരാമരാവതി സന്നിഭേ ഉത്ഥാന ചെയ്തുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വജ പാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പ്രാപിച്ചു ദൂരെ കിഞ്ചിദന്തികെ. മിത്രമായോരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാതബോധനമണ്ഡലെ. കാണാഞ്ഞൊരോരോ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു മത്യാദരം. കൃത്ര വാഴുന്നു രഘുത്തമൻ അത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുധ ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരുമരുൾ ചെയ്തു. ഉത്തരാതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നതിന്നത് കേട്ടത്രയും കൗതുകത്തോടെ ഭരതനും. തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നി തത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലാധല പൂർണ്ണവല്ലീതരു ഷഷ്പരമണീയ കാനനാമണ്ഡലെ. ആമ്രാകദളീപ കുളപനസങ്ങൾ മാമൃത കാർജുനാനക പുന്നാഗങ്ങൾ കേരൂപുകങ്ങളും കോവിതാരങ്ങളും രേമാണ്ഡ ചമ്പക ശോകാതലങ്ങളും
മാലതീജാതി പ്രമുഖലതാവലീശാലികളായ താമാലാസാലങ്ങളും ഭൃങ്കാദിനാനാവികാംഗനാദങ്ങളും തുങ്കമാതംഗഭുജംഗപ്ലവംഗവും രംഗാദിനാന്യാമൃഗാവൃതലീലയും ഭംഗ്യാ സമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്രസാലഗ്ന വൽക്കലാലങ്കൃതം പുഷ്കരാലക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസീ പതിഞ്ഞു കാണായി വന്നു. സീതാ രഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായതീ ശോഭനം പാവനം. അങ്കുശാബ്ജ ധ്വജ വജ്ര മത്സാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടു പിണഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യേഹമിന്നഹോ ധന്യേഹമിന്നഹോ മുന്നം മയാ കൃതം പുണ്യപൂരം പരം. ശ്രീരാമപാദ പാദാമഞ്ജിതം ഭൂതലമാരരാനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ മുഹൂരിപാദ പാംസുക്കളന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും. വേദവുമീശനും വേദകദംഭവും വേദകങ്ങളും നാരദാദി മുനികളും മിഥമോർത്തത്ഭുത പ്രേമരസാപ്ലൂത ചിത്തനായാനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദം മന്ദം പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതു. സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരാമിന്ദ്രാതിവൃന്ദാരകവൃന്ദവന്ദിതാമിന്ദിരാമന്ദിരാരോസ്ഥലാമിന്ദ്രാവരാജാമിന്ദീവരാലോചനം. ദുർവാദളാനിഫ ശ്യാമളം കോമളം പൂർവജം നീലനളിനാധളേക്ഷണം രാമജടാമകുടം വിൽക്കലാംബരം സോമബിംബാംബ പ്രസന്നാവക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധ ശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായോരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യേതമാനമാത്മാനാമവാകുലം. വക്ഷസി ശ്രീവത്സ ലക്ഷണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിതപാദപങ്കേരുഹം ലക്ഷ്മണ ലക്ഷ്യസ്വരൂപം പുരാതനം. ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണപ്രവരപല്യംഗവം കുക്ഷിസ്ഥിതാനേകപത്മജാഢംബരം കാരുണ്യപൂർണം ദശാരഥനന്ദനമാരണ്യവാസാരസികം മനോഹരം. ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. രാമനവനെയും ശത്രുഘ്നെയും മോദാലൊടുത്തു നിവർത്തി സംഭ്രമം ദീർഘബാഹുക്കളാലാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗ സീമനി ചേർത്തു പുനരപി സത്സങ്ങളുമണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയെ ഭരതാക്രികൾ കൂപ്പിനാൻ. ശത്രുഘ്നനും അതിഭക്തി കലർന്ന സൗമിത്രി തൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനാൻ. ഉഗ്രതൃഷ്ടാർത്ഥമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലൊത്തതാ ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലത്തതാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തന്തിരുമേനിത മാതാക്കളും രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു. പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയുമാർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനും ബാഷ്പതാരാഭിഷേകവും ചെയ്തു ഗാഠ്യമാശ്ലിഷ്യ ശിരസ്യാ മുകുർന്നുടനുടമോധം മുലയും ചുരന്നു തഥാ. അന്യമാരായുള്ള മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാൻ. ആദരാൽ ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ. ലക്ഷ്മി സമയായ ജാനകീ ദേവിയും ഘാടാമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢം ഖേദം തുടച്ചിടിനാൻ കണ്ണുനീർ. തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാവശിഷ്ടം സാഷ്ടാംഗമമ്മാറുടൻ സത്വാ രഘൂത്തമനാശു ചൊല്ലിയിടിനാനത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം. താതനു സൗഖ്യമല്ലീ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തെന്നു ചെന്നതെന്നോടു ചൊല്ലിയിടുവാനെന്തു സൗമിത്രിയെക്കൊണ്ടു പറഞ്ഞിതു. രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം. ശ്രേഷ്ഠ താതോന്ധതാമാശു കേൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു. ദേവലോകം ചെന്നു പുക്കാനറിക നീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണാശുലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണുതു ഭൂമിയിൽ. തൽക്ഷണമുച്ചൈർവിലപിച്ചിതേറ്റവും ലക്ഷ്മണനോടു ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഹാ താതാ മാ പരിത്യാജ വിധിവശാലേതോരു ദുഃഖിനു പോയിതയ്യോ ഭവൻ. ഹാ ഹാ ഹതോ ഹാ മാനാദോസ്മി ഭാമ്യമാമിനി സ്നേഹേന ലാളിപ്പതാരാനുവാസരം.
ദേഹാമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കുവാൻ. സീതയും സൗമിത്രി താനും ഔവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലെ. തദ്ദശായം വസിഷ്ഠോക്തികൾ കേട്ടവരുൾ താപം ഒട്ടും ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിലിറങ്ങിക്കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താർ. പിണ്ഡം മധുസഹിതോങ്കു ദീസൽഫല പിണ്ഡാക നിർമൃതന്നം കൊണ്ടുവച്ചിതു യാതൊരന്നം തൻ ഭുജിക്കുന്നതു മധു സാദരം നൽകു പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി ഖേദേന പിണ്ഡദാനാന്തരം ദാത്തത. സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം. അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാൻ. ആദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്ദിച്ചു പൊന്നാശ്രമേ വന്ദിച്ചിടിനാർ. ഭരതരാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവിതൊന്നു കേൾക്കണം. ഉണ്ടടിയന്നഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തിക്കുലാദന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസമദ്ഭുതവിക്രമനാഥ. പ്രസീതമേ മാതാവ് തന്നെ ദുഷ്കൃതതാവക ചേതസി ചിന്തിക്കരുതുദയാനിതേ. ഭ്രാതാവ് തന്നെ പാദാംബുജം ശിരസ്യാതായ ഭക്തി പൂണ്ടിദ്ധാമരുൾ ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്താപ്യ രാഘവനുത്സംഗം ആരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മധ്വൈകമാത്ര കേട്ടാലും കുമാര നീ യത്വയോക്തം മമ തത്വൈതവശ്രുതം താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴുകെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാപാർക്കിൽ നമുക്കിരുവർക്കുമീ താതനിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതൻ അവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലോ ഒരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവാൻ. രാമവാക്യം കേട്ടു ചെന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തനും ഉന്മാദൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജാ സമാനസൻ. ചൊന്നവാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താപിതാ നാരീജതനല്ലോ കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതനാ സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലൂമതി ഭീതി പൂണ്ടിടു അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വാൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരിനിത്തം പറഞ്ഞതു കേട്ടതീ സാദരം രാഘവൻ താനും അരുൾ ചെയ്തു രാജ്യം നിനക്കും എനിക്കും വിപിനവും പൂജനാം. താതൻ വിധിച്ചതു മുന്നമേ വ്യത്യയാമനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവാൻ കാനനത്തിന തരുതെങ്കിൽ ചേരുവാൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പ നിത്യേവമാത്മിനി നിശ്ചയിച്ചന്തികെ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കും ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയാനന്ദ സംജ്ഞയ ചൊന്നാൽ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോടു ചൊല്ലിനാൾ. മൂഢനായിടൊല കേൾക്ക നീയെങ്കിലോ ഗാഠമായോരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതും നാരായണൻ വരൻ താമരാസോദ്ഭവനർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിലായോധ്യയിൽ ഭൂമി ബാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായതു ജാനകിയും ഭോഗിപ്രവരനാകുന്നതും ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊൽവതല്ലെന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവാകൃതമെന്നറിക നീ. ശ്രീരാമദേവന നിവർത്തനത്തിങ്കലും ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകാമടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാത പടയോടും ഇപ്പോഴേ.
ചെന്നയോധ്യാപുരിവുക്കും വസിക്ക നീ വന്നിടും അഗ്രജൻ താനും മനുജനും ദേവിയും ഈ 7 സംവത്സരാവതൗ രാവണാന്തനെ വധിച്ചു. സംപുത്രകം ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടും ഭക്ത്യാ രഘൂത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർ നമസ്കൃത്വാ സസോദരം പാദുകം ദേഹി രാജേന്ദ്രരാജായതേ പാദബുദ്ധ്യാ മമാൻ സേവിച്ചു കൊള്ളുവാൻ. യാവത്തവാഗമനം ദേവദേവമേ താവാ ദേവാനാരാധം ഭജിച്ചിടുവാൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷദാൻ എന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചതർഘ്യാപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം പ്രാതുഭാര്യാന്വതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ. എത്രയും വൃദ്ധ താപസ്വിനിമാരിൽ വത്യുച്ഛത്തമയായ ധർമാജ്ഞ തബോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതും ചെന്നു കണ്ടാലും ജനകാൽ നിർബാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നാനസൂയ പാദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികെ ജനകാത്മജേ സൽസംഗമം ജന്മസാഫല്യമോർക്ക നീ. വത്സേ പിടിച്ച ചേർത്താലിംഗനം ചെയ്തു തത്സ്വഭാവം തെളിഞ്ഞു മുനി പത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ അതുകൂലവും കുണ്ടലാവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥാമനസൂയ നൽകിയിടിനാൽ. നന്നുപാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പൊന്നതുമുത്തമം കാന്തി നിനക്കു കുറയായികയൊരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനികം പുക്കും നന്നായി സുഖിച്ചും സുചീരം വസിക്ക നീ. ഉത്ഥാമനുഗ്രഹം കൊടുത്താതരാൽ ഭർത്തൂരഗ്രേ ഗമിക്കെന്നയച്ചീടിനാൽ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചതാ തുഷ്ടി കലർന്നു തപോധനനത്രിയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതറിഞ്ഞനേനഹം നിൻ മഹാമായ ജഗത്രയ വാസിനം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരാമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രൗ വസിച്ചു രഘുനാഥനും ദേവനുമാ ദേവിയോടരുളി ചെയ്തു ദേവതമെന്നാൽ കിളിപ്പൈതലക്കാലമേ. ഇത്യാധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡം സമാപ്തഃ.